ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു തൻഷിക് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെറുപയർ പരിപ്പ് പ്രഥമൻ്റെ റെസിപ്പി ആയിട്ടാണ്. കല്യാണ സദ്യകളിലൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പായസമാണല്ലോ പ്രഥമൻ. കല്യാണ സദ്യയിൽ കിട്ടുന്ന പ്രഥമന് ഒരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ. നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിനേക്കാളും ഒരു പ്രത്യേക രുചിയായിരിക്കും ആ ഒരു പായസത്തിന്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ 1-2 ടിപ്സൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ആർക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചെറുപയർ പരിപ്പ് പ്രഥമൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. ഇതിനായിട്ട് ഞാനിവിടെ 300 ഗ്രാം ചെറുപയർ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് വറുത്തെടുക്കണം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ചെറുപയർ പരിപ്പിൻ്റെ പകുതി മാത്രമേ പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഈ പകുതി ആദ്യം നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നല്ലൊരു സ്മെല്ല് വരുന്നത് വരെ, നല്ലൊരു കളറൊക്കെ ചേഞ്ച് ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള മെയിനായിട്ടുള്ള സീക്രട്ട് ഇതാണ്. നമ്മൾ പകുതി ഇതുപോലെ നല്ലതുപോലെ വറുത്തെടുക്കണം. അടുത്ത പകുതി നമ്മൾ ഇത്ര വറുത്തെടുക്കില്ല. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പായസം തയ്യാറായി വരുമ്പം നമുക്ക് കുറച്ച് ചെറുപയർ പരിപ്പ് അവിടെ ഇവിടെയാക്കിയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് കടിക്കാൻ കിട്ടും. അപ്പോൾ അതാണ് ആ പായസത്തിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. അതല്ലാതെ മുഴുവനായിട്ടും ചെറുപയർ പരിപ്പ് അങ്ങ് അടിഞ്ഞു പോയി കഴിഞ്ഞാൽ പായസം അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതുപോലെ കുറച്ച് നമുക്ക് കടിക്കാൻ കിട്ടുന്നതും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വറുത്തെടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി അടുത്ത പകുതി കൂടി ഞാൻ പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഇനി അധിക സമയമൊന്നും വറുത്തെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി. നേരത്തെ പോലെ കളറൊന്നും ചേഞ്ച് ആവാൻ നിൽക്കരുത്. 1-2 മിനിറ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതിത്ര മതി. ഇതിൻ്റെ കളറൊന്നും ചേഞ്ച് ആവണ്ട. നമുക്കിനിത് സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കാം. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ വറുത്തെടുത്തിരിക്കുന്ന ചെറുപയർ പരിപ്പാണിത്. ഇതിൽ കുറച്ച് കളർ ചേഞ്ച് ആയതും ഒട്ടും കളർ ചേഞ്ച് ആവാത്തതുണ്ട്. ഇങ്ങനെയാണ് വേണ്ടത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്ത ശേഷം നമുക്കൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് കുക്കറിലാണ് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. ഇനി ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം കുക്കറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് വേവിച്ചെടുക്കണം. കുക്കറിൽ ഒരു വിസിൽ വരുന്നത് വരെ മാത്രം വേവിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ചെറുപയർ പരിപ്പ് ഇവിടെ വെന്തിട്ടുണ്ട്. ഞാൻ ഒരു വിസിൽ വന്നപ്പോഴേക്കും സ്റ്റൗ ഓഫ് ചെയ്തു. അതിനുശേഷം ഇതിൻ്റെ സ്റ്റീം മുഴുവനായിട്ട് പോകാൻ വെയിറ്റ് ചെയ്തിട്ടില്ല. 2 മിനിറ്റിന് ശേഷം ഇതിൻ്റെ സ്റ്റീമൊക്കെ കളഞ്ഞിട്ട് ഞാനിപ്പോൾ ഇത് ഓപ്പൺ ചെയ്തതാണ്. അങ്ങനെ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഇത് അടിഞ്ഞു പോകും. ഇതിപ്പോൾ ഇവിടെ പാകത്തിനാണ് വെന്ത് കിട്ടിയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. പിന്നെ 1-2 മിനിറ്റ് വെയിറ്റ് ചെയ്ത ശേഷം ഇതിൻ്റെ സ്റ്റീം കളഞ്ഞിട്ട് നമുക്കിത് തുറന്നെടുക്കാം. ആ ഒരു സമയത്ത് ഇത് കറക്റ്റ് വെള്ളമൊക്കെ വറ്റിയിട്ട് കറക്റ്റ് പാകത്തിനായിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 400 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. 400 ഗ്രാം ശർക്കര 3 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് അലിയിച്ചെടുത്തതാണിത്. ഈ 400 ഗ്രാം ശർക്കര എന്നുള്ളത് 300 ഗ്രാം ചെറുപയർ പരിപ്പിന് കറക്റ്റ് പാകമാണ്. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ 500 ഗ്രാം ശർക്കര വരെ എടുക്കാവുന്നതാണ്. പക്ഷേ ഇതിപ്പോൾ എനിക്ക് കറക്റ്റ് പാകമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഈ ശർക്കര ലായനി ചെറുപയർ പരിപ്പിൽ നന്നായിട്ട് പിടിച്ച് കിട്ടിയതിന് ശേഷം ഇതിലേക്ക് തേങ്ങയുടെ 2ാം പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു വലിയ തേങ്ങ മുഴുവനായിട്ട് ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുണ്ട്. ഇളം ചൂടുവെള്ളം ചേർത്തിട്ട് മിക്സിയിൽ അടിച്ചെടുത്തതാണിത്. ഞാനിപ്പോൾ ഇവിടെ 4 കപ്പ് 2ാം പാലും 1/2 കപ്പ് 1ാം പാലുമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് 4 കപ്പ് 2ാം പാലാണ്. ഈ 2ാം പാല് ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഏകദേശം 20 മിനിറ്റോളം തിളപ്പിച്ചെടുത്തിട്ടാണ് ഇതിങ്ങനെ കുറുക്കി കിട്ടിയിട്ടുള്ളത്. ഇതിപ്പം പാലൊക്കെ നന്നായിട്ട് ഇതിൽ പിടിച്ച് നല്ല പാകത്തിനായിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, എത്രയൊക്കെ വെന്ത് കഴിഞ്ഞാലും കുറച്ച് ചെറുപയർ പരിപ്പ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കടിക്കാനുണ്ടാവും. വീണ്ടും ഒരു 5 മിനിറ്റ് കൂടി തിളപ്പിച്ചെടുത്ത ശേഷം ഇതിലേക്ക് ഏലക്കായ് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ ഏലക്കായ് പഞ്ചസാര കൂട്ടി പൊടിച്ചെടുത്തതാണിത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പായസം ഏകദേശം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലോട്ട് തേങ്ങയുടെ 1ാം പാല് ചേർത്ത് കൊടുക്കാം. 1ാം പാല് ചേർത്തതിന് ശേഷം അധിക സമയം തിളപ്പിക്കാൻ പാടില്ല. 1ാം പാല് ഈ പായസത്തിൽ നന്നായിട്ടൊന്ന് മിക്സായി വരുന്നത് വരെ മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി.
അപ്പോൾ ഇതാ ഇത്ര മതി. ഒന്നാം പാലിപ്പം പായസത്തിൽ നല്ലതുപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പ്രഥമൻ ഇവിടെ ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചെറുപയർ പരിപ്പ് പ്രഥമനാണിത്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിതിലേക്ക് കാഷ്യൂ നട്ട്സും റൈസിൻസും ഒക്കെ ഒന്ന് നെയ്യിൽ വറുത്തിടാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാഷ്യൂ നട്ട്സിൻ്റെ കളറൊന്ന് ചേഞ്ചായി വരുന്നത് വരെ മാത്രം ഒന്ന് വറുത്തെടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ആർക്കും തേങ്ങാക്കൊത്ത് ഇഷ്ടമില്ലാത്തത് കാരണം ഞാൻ ചേർത്തിട്ടില്ല. തേങ്ങാക്കൊത്തും ഇതുപോലെ നെയ്യിൽ വറുത്തിട്ട് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. കാഷ്യൂ നട്ട്സിൻ്റെ കളറൊന്ന് ചേഞ്ചായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇതിവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ കൊതിയൂറുന്ന ചെറുപയർ പരിപ്പ് പ്രഥമൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. ഇത് അടുപ്പിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ വല്ലാതെ അങ്ങ് കുറുകിപ്പോകും. അതല്ലാതെ തന്നെ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ ഇതൊന്നുകൂടി ഒന്ന് കട്ടിയാവും. അപ്പോൾ നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇവിടെ ചൂടൊക്കെ ഒന്ന് ചെറുതായിട്ട് പോയിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് തന്നെ ഇതിൻ്റെ കളറൊക്കെ ഒന്നുകൂടി ഡാർക്കായിട്ടുണ്ട്. അപ്പം നമ്മളിതിലേക്ക് നല്ല കറുത്ത ശർക്കര ചേർക്കുകയാണെങ്കിൽ നമ്മുടെ പ്രഥമൻ്റെ കളറും ഇതുപോലെ ഉണ്ടാകും. നമ്മളിത് കുക്കറിൽ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുക്കറിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല. ഞാനിതിൽ പറഞ്ഞതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് അധികം അടിഞ്ഞൊന്നും പോകാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്രഥമൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇതിൽ ചേർക്കുന്ന മധുരത്തിൻ്റെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 400 ഗ്രാം ശർക്കര എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ 500 ഗ്രാം ശർക്കര എടുക്കാം. 500 ഗ്രാം ശർക്കര എടുക്കുകയാണെങ്കിൽ നല്ല കട്ടി മധുരമായിരിക്കും പായസത്തിന് ഉണ്ടാവുക. അപ്പോൾ അത്ര മധുരം വേണമെന്നുണ്ടെങ്കിൽ ശർക്കര കുറച്ച് കൂട്ടി കൊടുക്കാവുന്നതാണ്. പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പായസമാണ് പ്രഥമൻ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ എന്തായാലും കമൻസിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ പായസം നമ്മൾ ഉണ്ടാക്കിയ അപ്പം തന്നെ കഴിക്കാതെ പിറ്റേ ദിവസം കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഇതുപോലെ പഴവും പപ്പടമൊക്കെ കൂട്ടിയിട്ട് കുഴച്ച് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ആരും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.